പ്രവേശിക്കുകയാണ്. പ്രാരംഭഗാനം നമുക്ക് ആരംഭിക്കാം. ജോസച്ചനെയും ജോണച്ചനെയും കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ആയിരത്തി 1948 മെയ് മാസം 22-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജോസച്ചൻ ജനിച്ചത്. തൃക്കാക്കര സേക്രഡ് ഹാർട്ട് മൈനർ സെമിനാരിയിൽ ആരംഭിച്ച പഠനം ആലുവ കാർമൽഗിരിയിലൂടെയും മംഗലപ്പുഴ സെമിനാരികളിലൂടെയും കടന്ന് 1975 അഭിമന്യ കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൽ നിന്നും ഡിസംബർ മാസം 18-ാം തീയതി അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചു. നമ്മുടെ ഇടവകയുടെ അയൽപക്ക ഇടവകയായ ആമ്പല്ലൂർ ഇടവകാംഗമായ ജോസച്ചൻ അവിടെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും വൈക്കം പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ട് സേവനം ചെയ്യുകയും തുടർന്ന് തിരുഹൃദയക്കുന്ന്, കോടിശ്ശേരി, അയ്യമ്പുഴ, കവരപ്പറമ്പ്, കടവന്ത്ര, ആലുവ, വല്ലകം, ആലങ്ങാട്, കുന്നേൽ, തൊട്ടുവ, പുല്ലുവഴി, കടമക്കുടി, അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ സൗത്ത് പറവൂരും സേവനം ചെയ്യുന്നു. അബ്രാഹത്തിൻ്റെയും അന്നായുടെയും മകനായി ആമ്പല്ലൂർ 4ാമത്തെ മകനായി ആണ് അച്ഛൻ ഭൂജാതനായത്. അച്ഛനെ നമുക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം. അതുപോലെ നമ്മുടെ ഇടവകാംഗം തന്നെയായ ബഹുമാനപ്പെട്ട ജോൺ ചക്കനാട്ടച്ചൻ അച്ഛൻ ബിജനോർ രൂപതയിലാണ് അച്ഛൻ്റെ ഈ കാലമത്രയും ശുശ്രൂഷകളുമായിട്ട് മുന്നോട്ട് പോയത്. CMI സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പട്ടം സ്വീകരിച്ചു. ഒത്തിരിയേറെ സ്ഥാപനങ്ങളിൽ അച്ഛൻ മാനേജറായും ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായും മാസ്റ്റർ ഓഫ് സ്റ്റുഡൻസായും ഡയറക്ടറായും പ്രസിഡൻ്റായും കറസ്പോണ്ടൻ്റായും പ്രൊവിൻഷ്യൽ
പ്രൊവിൻഷ്യൽ ഓർഡറായും സെക്രട്ടറിയായും സ്വീകരിച്ച് ഇവിടെ എത്തുവാനായി സന്മനസ് കാണിച്ച എളിമയുടെയും വിനയത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ഉടമയായ അഭിമന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ അടുത്തതായി നമ്മുടെ ഇടവാങ്ങവും സിംബൂറും സ്വാഗതം ചെയ്യുന്നു. ിലേക്ക് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ആശംസ അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛനെ, കോഴിക്കോട് ദേവമാതാ കോളേജ് പ്രൊഫസറും വൈസ് പ്രിൻസിപ്പളും എഴുത്തുകാരനുമൊക്കെയായ ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ ഈ ആശംസ ജേക്കബ് പേരിക്കത്തോടെ അച്ഛൻ, ബെർഗമാൻസ് കൊടക്കൽ അച്ഛൻ എന്നിവരും ഇവിടെ എത്തി സന്നിഹിതരായിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന നോബൽ ജോസഫ് ആൻഡ് ലിൻഡ ജോസഫ് തൈപ്പോടം, സാജു തോമസ് ആൻഡ് മേഴ്സി സാജു മുഞ്ഞപ്പള്ളി, ജയ് ജോസഫ് ആൻഡ് ലിൻസി ജോയി മല്ലമ്മേ, ഡോക്ടർ ജെയിൻ തോമസ്, സുനിത ജെയിൻ കല്ലറയ്ക്കൽ എത്തിയിട്ടില്ല. ഇവരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഹണി ജേക്കബ് ജോർജ് ആൻഡ് ഹണി പഴമ്പള്ളി, എല്ലാ ദമ്പതിമാരെയും ഈ യോഗത്തിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ ആത്മീയ യാത്രയിൽ ഇന്ന് ഈ സമയം നമ്മുടെ ഇടവകയിൽ ധന്യമാക്കിയ പിതാവേ, അങ്ങേ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിക്കുവാൻ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ആദരവോടെ ക്ഷണിക്കുകയാണ്. രോഗികൾക്കും ആസന്നമനർക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഈ അവസരത്തിൽ നമുക്കറിയാം, നമ്മൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ. ഒരു വൈദികൻ ആ പ്രാർത്ഥനയിൽ അയോഗ്യനായ ഞങ്ങളുടെ മെത്രാന് വേണ്ടി എന്നാണ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. ഈ വിവരം മെത്രാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛനെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ ആ വൈദികൻ പറഞ്ഞു, പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞ് പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ മെത്രാൻ പറഞ്ഞു, ഞാൻ എൻ്റെ എളിമ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അതിന് പ്രത്യുത്തരമായി ആ വൈദികൻ പറഞ്ഞ ഇപ്രകാരമാണ്, പിതാവേ, അന്ന് എളിമ കൊണ്ടായിരുന്നു ഇപ്രകാരം പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ നല്ല ബോധ്യത്തോടെ തന്നെയാണ് അയോഗ്യനായ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ അവസരത്തിൽ വടക്കേന്ത്യയിൽ എവിടെയോ നടന്ന ഒരു സംഭവം അനുസ്മരിച്ചു കൊള്ളട്ടെ. ഒരു വൈദികൻ തനിച്ച് തന്റെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ടായിരുന്നുകൊണ്ട് വൈദിക വസ്ത്രമല്ല, പാന്റ് ഷർട്ടുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. വഴിയിൽ വെച്ചിട്ടുള്ള കണ്ടെല്ലാം അദ്ദേഹത്തിന്റെ കാർ ആക്രമിച്ചു. സാധന സാമഗ്രികൾ ഓരോന്നായി പരിശോധിക്കുന്നതിനിടയിൽ മധുരിതമായ ഈ ദിനത്തിലെ അതിമധുരിതമായ ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും ലഭിക്കണേ.
ആദരിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ബർക്കുമെൻസ് കൊടക്കലച്ചനെ ജൂബിലി മെസ്സേജിനായി സ്നേഹാദരവോടെ ക്ഷണിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ചക്കനാടച്ചൻ പാർലമെന്റ് ദാമ്പത്യത്തിന്റെ മധുരവും അതിമധുരവും തൃപ്തി അതൃപ്തിയും ആദരണയോടും 50 വർഷക്കാലത്ത് എഴുതുന്നു. ജോസഫ് ജോർജ് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ജോർജ് ഹണി ജേക്കബ് പഴങ്കഞ്ഞി കുടുംബം മനോഹരമായി സുഖമാകുന്നു. ഷാജു തോമസ് മേസി ഷാജു ഉൾപ്പെടെ വേർതിരിക്കുന്നത്. നൽകുന്നതിനായി സ്നേഹാദിനങ്ങളോടെ വിജയിച്ച ജൂബിലിയൻസായ 50-ൻ്റെയും 25-ൻ്റെയും തീകളിൽ നിൽക്കുന്ന നമുക്ക് മനസ്സിലാവുന്നത് സ്നേഹമുള്ള പിതാവിന് ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. കാരണം പിതാവ് ജനറലൊക്കെ ആയിരുന്ന സമയത്ത് കളമശ്ശേരിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പാസ്റ്ററിൽ നിന്ന് വരുന്ന പ്രദേശത്തിൻ്റെ വികാരിമാരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടാൻ. അന്ന് വളരെ ഭംഗിയായിട്ട് പിതാവ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങളൊക്കെ നൽകി. അന്ന് പിതാവ് നല്ലൊരു കവിത അവിടെ പാടി, വളരെ മനോഹരമായി. ഈ കവിത പാടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടും. ചിലരൊക്കെ കവിത പാടുമ്പോൾ നമുക്ക് പോലും മനസ്സിലാവില്ല. ഒരു കുട്ടി കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീരനാൾ എൻ്റെ ഭാര്യ സുന്ദരിയെ മാന്തിയെന്ന്. ഒരാൾക്കും അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല, ഇതെന്താണ്. അത് കഴിഞ്ഞ് ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴാണ് വീരനാം നളൻ്റെ ഭാര്യ സുന്ദരി ദമയന്തി എന്നായി എഴുതിയേക്കണം. അതിനാണ് വീരനാൾ എൻ്റെ ഭാര്യ സുന്ദരിയെ മാന്തി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കിയാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ചെല്ലേണ്ടത്. എപ്പോഴും വീടുകളിലായാലും എവിടെയായാലും നമ്മുടെ പ്രാർത്ഥന എന്ന് കേട്ടാൽ ആർക്കും മനസ്സിലാവില്ല. ഹൈന്ദവ സഹോദരൻ ഒരിക്കലും ചോദിച്ചു, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നിന്ന് രാത്രി ഞങ്ങൾക്ക് വണ്ടി കിട്ടണമെന്ന് പ്രാർത്ഥന കേട്ട് എന്താണത്? ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നല്ല സ്പീഡിൽ ചെല്ലിയതാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടണമെന്ന് കേൾക്കണേ. അപ്പം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് പ്രത്യേകം നന്ദി. അതുപോലെ അതിവന്ന പിതാവ് ഇന്ന് ഒരു ശവസംസ്കാരം കൂടെ കഴിഞ്ഞിട്ട് വരുന്നു. വളരെയധികം ക്ഷീണിതനായെങ്കിലും നമ്മുടെ പരിപാടികളെ സംബന്ധിച്ച് നമുക്ക് നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. പറവൂർ ഇടവക പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടിയാണ്, അത് പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സ്നേഹമുള്ള അച്ഛനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, പടിയറ ഫലിതങ്ങൾക്ക് ശേഷം ഇനി എന്താണെന്ന്. അച്ഛന് ഇടവകയുടെ സ്നേഹവും ആദരവും നന്ദിയും അർപ്പിക്കട്ടെ. കുടുംബത്തെ സ്നേഹിക്കാൻ നാളേക്കായി മാറ്റിവെക്കരുത്. കാരണം ഇന്നിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ്. കുടുംബ ബന്ധങ്ങൾ ഓരോ സമ്മാന പൊതികളാണ്. ഇനിയും തുറന്നു നോക്കാത്ത സമ്മാന പൊതികൾ. ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെ പ്രതിനിധീകരിച്ച് ജേക്കബ് ജോർജ് മറുപടി പ്രസംഗം. Most Reverend Mar Bishop Emeritus Dr. ആന്റണി കരയിൽ, പ്രത്യേകിച്ചും ഇവിടെ ഇന്ന് കൂടിച്ചേർന്ന 2 ജൂബിലിയൻ അച്ഛന്മാർ, നമ്മുടെ വികാരി അച്ഛൻ ജോസ് പാറപ്പുറത്ത് ആൻഡ് ജോൺ ചക്കനാട്ടച്ഛൻ, ഇവിടെ വന്ന എല്ലാ വൈദികരും, എല്ലാ സിസ്റ്റേഴ്സും, എൻ്റെ സഹ ഇടവക അംഗങ്ങളും, 2 ചെറിയ ആശയങ്ങൾ മുന്നിട്ട് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നെപ്പോലെ തന്നെ ഈയിടെ എൻ്റെ 2 സുഹൃത്തുക്കൾ അവരുടെ സിൽവർ ജൂബിലി വെഡ്ഡിങ് ആനിവേഴ്സറി അവർ ആഘോഷിച്ചു. വാട്സപ്പിൽ വന്നപ്പോഴത്തേക്കും വിഷസിൻ്റെ കൂടെ തന്നെ
ഞാൻ അതിൻ്റെ കൂടെ രണ്ടുപേർക്കും ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ അയച്ചു. വാട്ട് ഷുഡ് ഐ വിഷ്? ഷുഡ് ഐ വിഷ് അനദർ 25 years ഓഫ് ടുഗർനെസ് ആണ് ഞാൻ അയച്ചത്. അടുത്ത വിഷ് നിങ്ങൾ ഇനിയും ഒരു 25 വർഷം ഒരുമിച്ച് താമസിക്കണം, സ്നേഹത്തോടെ നിൽക്കണം എന്നുള്ള വിഷാണോ ഞാൻ ചെയ്യേണ്ടതെന്ന് അയച്ചപ്പോഴത്തേക്കും ഒരാൾ എനിക്ക് മറുപടി അയച്ചത്, ഐ ആം ഓൾറെഡി പ്രിപ്പയർഡ്, ഞാൻ ഓൾറെഡി അടുത്ത 25 വർഷത്തേക്കുള്ള ഉടമ്പടി എടുത്തു കഴിഞ്ഞു. ഐ വാണ്ട് ടു വൺസ് അഗെയിൻ ഹാവ് അനദർ 25 years ഓഫ് ടുഗദർനെസ്. ഇതാണ് ഒരാളുടെ മറുപടി. അടുത്ത ഒരാളുടെ മറുപടി വന്നത് ഒരേ ഒരു ഇമോജിയും ഒരു ചെറിയൊരു വേർഡിൽ നിന്നാണ് വന്നത്. അയ്യോ എന്ന് മാത്രമേ പുള്ളി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതം. കുറച്ച് ക്ലേശങ്ങൾ, കുറച്ച് സന്തോഷം, കുറച്ച് ദുഃഖങ്ങൾ, കുറച്ച് അടിപിടി, ഇതെല്ലാം ഒതുങ്ങുന്ന ജീവിതത്തിൽ നമുക്ക് കുറേ ചിരിക്കാനും ഒരുമിച്ച് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേറൊരു ചെറിയൊരു കഥയും കൂടി പറയുന്നു. ഇതുപോലെ തന്നെ ഒരു വേദി, ഗോൾഡൻ ജൂബിലിയറിയൻ ഒരു പ്രായമുള്ള ഒരു ദമ്പതി, അവരെ അനുമോദിക്കാനായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയിരിക്കുന്നു. അപ്പം ഹസ്ബൻഡിനോട് അവിടുത്തെ ആരോ ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ മാരേജ്? അപ്പം പുള്ളി പറഞ്ഞത്, ഞാൻ ഇതുവരെ ഏതൊരു അവസരം, എങ്ങനത്തെ ഒരു സന്ദർഭമാണെങ്കിലും ഞാൻ എൻ്റെ വൈഫിനെ ഈ പറഞ്ഞ പോലെ എൻഡിയർമെൻറ്റോടെയാണ് വിളിക്കാറ്. ഇപ്പം ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡിയർ അല്ലെങ്കിൽ ഡാർലിംഗ് എന്ന് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. മലയാളത്തിൽ പറയുവാണെങ്കിൽ ചക്കരെ, തേനെ, മുത്തേ എന്നൊക്കെ വിളിക്കാറുള്ളൂ. ഇതുവരെ ഞാൻ അവളെ പേര് കൂട്ടി വിളിച്ചിട്ടില്ല, എങ്ങനത്തെ ഒരു സന്ദർഭമാണെങ്കിലും. അപ്പം ആ വേദിയൊക്കെ പിരിഞ്ഞു. അന്ന് ബാങ്ക്വറ്റ് ഡിന്നറൊക്കെ ആയിരുന്നു. ഒരു 3 പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ സുഹൃത്ത് പുള്ളിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇത് നേരത്തെ പറഞ്ഞത് സത്യമാണോ? ഇതുവരെ വൈഫിനെ പേര് കൂട്ടി വിളിച്ചിട്ടില്ലേ? അപ്പോൾ പുള്ളി പറയണ്ടായി, അവളുടെ പേരെന്താന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഇതാവുമ്പോഴത്തേക്കും അവൾക്കും ഒരു സന്തോഷം, തേനെ, മുത്തേ, ചക്കരയെന്ന് വിളിക്കുമ്പോൾ അവൾക്കും ഒരു സന്തോഷം. ഞാനും അവളുടെ പേര് നാൻസി എന്നാണോ, ഡെയ്സി എന്നാണോ, മേരി എന്നാണോ എന്ന് ഓർക്കാനുള്ള ഒരു ബദ്ധപ്പാടും ഞാൻ എടുക്കാറില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം സീക്രട്ട് ഓഫ് എ ഹാപ്പി മാരീഡ് ലൈഫ്, ഒരു സമയത്ത് ഒരാളെ മിണ്ടാൻ പാടുള്ളൂ. 2 പേരും കൂടി മിണ്ടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. താങ്ക് യു വെരി മച്ച്. ചിരിപ്പിച്ചതിന്, ചിന്തിപ്പിച്ചതിന് നന്ദി ജേക്കബ് ജോർജ്. സ്നേഹത്തിൻ്റെ നനുത്ത സ്പർശമാണ് നന്ദിയുടെ ഓരോ വാക്കും. ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പ്രൗഢഗംഭീരമായ മഹാജൂബിലി സംഗമത്തിന്റെ അമരക്കാരൻ, ജനറൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ് അവറുകളെ നന്ദി പറയുന്നതിനായി ക്ഷണിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭിമന്യ കരിയേൽ പിതാവേ, ബഹുമാനപ്പെട്ട ജൂബിലേറിയൻസ് ജോസ് പാർപ്പുറച്ചൻ, ജോൺ ചക്കനാട്ടച്ചൻ, നമ്മുടെ മുൻ വികാരിയും ഇപ്പോൾ വൈക്കം ഫൊറാന വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെർഗ്വൻസ് കൊടക്കലച്ചൻ, റെവറൻ ഡോക്ടർ ചെറിയാൻ കുര്യന്തോടത്തച്ചൻ, ബഹുമാനപ്പെട്ട മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇടവകയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയ ഇടവക കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടതുപോലെ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് ഒരു നന്ദിയുടെ ദിനമാണ്, ഒരു ആഘോഷത്തിൻ്റെ ദിനമാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ ദൈവത്തിൽ നിന്ന് കിട്ടിയ അനന്ത പരിപാലനയ്ക്കും കരുണയ്ക്കും നന്ദി പറയുന്നതിന് വേണ്ടി നമ്മളുടെ വികാരി ജോസ് പാറപ്പുറത്ത് അച്ഛനോടൊപ്പവും നമ്മുടെ ഇടവകാംഗം ജോൺ ചക്കനാട്ട് അച്ഛനോടൊപ്പവും ഈ ഇടവകയിലെ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതിമാരോടൊപ്പവും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കരിയിൽ പിതാവ് നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞു, വൈക്കത്ത് വേറൊരു പരിപാടിയിൽ പങ്കെടുത്ത് വളരെ ക്ഷീണമുണ്ട്, ഇവിടെ വന്നു നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ ജൂബിലി സംഗമത്തിൽ നമുക്ക് വളരെ ആവേശം തന്ന അച്ഛൻ്റെ ബിഷപ്പിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഈ ഇടവകയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്.
ബഹുമാനപ്പെട്ട വൈക്കം ഫൊറോന വികാരിയച്ഛൻ, നമുക്കറിയാം നമ്മുടെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വികാരിയച്ഛനായിരുന്നു. നമ്മുടെ ഈ ഇടവകയിൽ കുടുംബ കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ കാണുന്ന രൂപവും ഭാവത്തിൻ്റെയും വിത്ത് പാകിയത് ഈ ബെർക്കോൻസ് അച്ഛനാണ്. അച്ഛനെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം നേരത്തെ വന്നു, വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഇപ്പോൾ നമുക്ക് സന്ദേശം തന്നു. ഞാൻ കൊറക്കിലച്ച അങ്ങേക്ക് പ്രത്യേകം നന്ദി. അതുപോലെ മറ്റ് വൈദികരുണ്ട്, വൈക്കം ഫൊറോനയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റ് വൈദികരുണ്ട്. അവരെയും എല്ലാവരുടെയും ഞാൻ പേര് പറയുന്നില്ല, അവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ചെറിയാൻ കുര്യൻതോടത്തച്ഛൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. CMA സഭയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. നമ്മളോടൊപ്പം വന്ന് ജോണച്ചൻ്റെ സഹപാഠിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഈ സന്ദേശം തന്നതിനും ഈ ജൂബിലി മംഗളകരമാക്കാൻ ഇവിടെ സാന്നിധ്യം അറിയിച്ചതിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തൃപ്പൂണിത്തുറ ഫൊറോനയിലെ വികാരിയച്ഛൻ വരാമെന്ന് സമ്മതിച്ചിരുന്നു. അച്ഛൻ അർജൻറ്റായിട്ട് വേറൊരു പരിപാടി വന്നതുകൊണ്ടാണ് വരാഞ്ഞത്. മറ്റേ ഫൊറോനയിൽ നിന്ന് മറ്റ് വൈദികർ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. തലപ്പറ ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനും പ്രത്യേകം നന്ദി. യാക്കോബായ പള്ളിയിൽ നിന്ന് നമ്മളുടെ മനോജ് തുരുത്തലച്ചനും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ മുൻ വികാരിമാർ, കൊടക്കലച്ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കൂടാതെ ബഹുമാനപ്പെട്ട ചേരിക്കത്തറ അച്ഛൻ, നമ്മുടെ ജോയി അച്ഛൻ, ഇവരെല്ലാം ഇവിടെ ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ചേരിക്കത്തറച്ചനാണ് ഈ ജൂബിലിയുടെ ഈ ഡേറ്റും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങളോട് പങ്കുവച്ചത്. ഒരിക്കൽ പുതിയ അവരുടെ ഓൾഡ് ഏജ് ഹോമിൽ അച്ഛനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കറക്റ്റ് ഡേറ്റ് എല്ലാം തന്നു. അപ്പോൾ അത് മാർച്ചിന് മുമ്പൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഒരു നിർദ്ദേശവും ഉപദേശവും അച്ഛൻ തന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ജൂബിലി സംഗമം ഇവിടെ നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത്. ബഹുമാനപ്പെട്ട ചേരിക്കത്തറ അച്ഛനും ജോയി അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. മറ്റ് ആമ്പല്ലൂർ, ഉദയംപേരൂർ, ചെമ്പ് പെരുമ്പള്ളി എന്നീ കോൺവെന്റുകളിൽ നടന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. ഞാൻ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഇടവകയിലെ സിസ്റ്റേഴ്സുണ്ട്. ചക്രനാട്ടൻ പറഞ്ഞ പോലെ സിസ്റ്റർ, പേര് മറന്നുപോയി, പുന്നപ്പള്ളിയിൽ സിസ്റ്റർ, അതുപോലെ ബിസ്മി വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ കണ്ടില്ല. ഞാൻ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ ബഹുമാനയുടെ എബിയച്ഛനുണ്ട്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവരുടെ കേരളത്തിൽ വരേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ നേരത്തെ ഇത് അറിയിച്ചതുകൊണ്ട് ഇവിടെയും ഒന്ന് പങ്കെടുക്കാൻ പറ്റി. ഒന്ന് കുർബാനയിലൊക്കെ പങ്കെടുത്തു. ഞങ്ങളുടെ ഏത് കാര്യത്തിനും ഇവിടെ ഉള്ളപ്പം ഞങ്ങളെ സഹായിക്കുന്ന ഒരു അച്ഛനാണ്. എബി അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ വികാരി അച്ഛനും അതുപോലെ ജോൺ അച്ഛനും ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇനിയും കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ദൈവാനുഗ്രഹം, ആരോഗ്യം അവർക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ രണ്ടുപേർക്കും ഈ ജൂബിലി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, വികാരിയച്ഛൻ നമുക്കറിയാം, നമ്മുടെ വികാരിയച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അച്ഛൻ ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കില്ലായിരിക്കാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അതിൻ്റെ ഒരുപോരായികൾ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയാൽ നമ്മുടെ കൂടെ നിൽക്കും. ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. പലരും പല രീതിയിൽ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അച്ഛനും അതുപോലെ ജോണച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞു ഞാൻ പലപ്പോഴും വിളിച്ച് ഒരു ശല്യമായോന്ന് എനിക്കറിയത്തില്ല. ജൂബിലിയുടെ പല ആവശ്യങ്ങൾക്ക് അച്ഛനെ ഈ ദിവസങ്ങളിൽ പല പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. അപ്പം അച്ഛനത് ശല്യമായിട്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഇടവകയിൽ നമ്മുടെ ഗവൺമെൻറ്റിൽ ദീർഘകാലം സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ലിറ്റി സിസ്റ്ററുണ്ട്, നാൻസി സിസ്റ്ററുണ്ട്. ഇവരെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അവരെല്ലാം വളരെ ദൂരത്തു നിന്നാണ് ഇവിടെ വന്നത്. അപ്പം എന്താണേലും അവർക്ക് പ്രത്യേകം നന്ദി. ഈ ജൂബിലി ആഘോഷങ്ങൾ ഒരു സംഗമം പോലെ നമ്മൾ നടത്തിയത് നമ്മുടെ വികാരിച്ചനും ഇടവകകളും കൊണ്ട് അച്ഛനും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഇടവകയിൽ
സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും ആഘോഷിക്കുന്ന നമ്മുടെ അൽമായ സഹോദരങ്ങളുടെയും ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം നമ്മൾ പറഞ്ഞപ്പം വികാരിച്ചത് അത് നല്ല കാര്യമാണ് എന്നുള്ള അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ സമ്മതിച്ചു. വളരെ നല്ല കാര്യമാണ്, നമുക്ക് അങ്ങനെ തന്നെ നടത്താം അന്ന് പറഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ ആ ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. ഞാൻ ഈ ഒരു റിപ്പീറ്റേഷൻ്റെ പേരിൽ ഞാൻ ഈ പേര് പറയുന്നില്ല, സമയം ഇത്തിരി അതിക്രമിച്ചിട്ടുണ്ട്. വികാരിയച്ഛൻ പറഞ്ഞത് നമുക്ക് 5 മണിക്ക് കുർബാനയ്ക്ക് തുടങ്ങി 6:10 കുർബാന തീർന്ന 6:30 പരിപാടിയെല്ലാം തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അച്ഛൻ്റെ പഞ്ച്വാലിറ്റിയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ സ്ഥലം താമസിച്ചിട്ടുണ്ട്, സദയം ക്ഷമിക്കുക, ജൂബിലി അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു സാവകാശം നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇടവകയിലെ കൈക്കാരന്മാർ ശ്രീ ജോൺ എം ജി, ശ്രീ ജോർജ് ജോസഫ്, അതുപോലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ജെയ്സ് ജോൺ, നമ്മുടെ ജനറൽ സെക്രട്ടറി ജിബി, ട്രഷററാണ്, യൂണിറ്റ് ഭാരവാഹികൾ, ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഈ പരിപാടിയുടെ വിജയത്തിനുണ്ടായിരുന്നു. ഞാൻ അവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് 1-2 കമ്മിറ്റികളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു. ശ്രീ ബാബു ചിറയലിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ നമ്മുടെ ബേബി ജോസഫ് കൊയറിൻ്റെ നേതൃത്വം, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഠത്തിലെ സിസ്റ്റേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ലിറ്റർജി, ഇവിടുത്തെ പള്ളിയുടെ അലങ്കാരങ്ങളൊക്കെ നേതൃത്വം കൊടുത്തത്. ശ്രീ മദറിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സംഘടനാ ഭാരവാഹികളുണ്ട്, എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു സഹകരണത്തിൻ്റെ വിജയമാണ് ജൂബിലി ഇത്രയും ഭംഗിയായിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നമ്മളുടെ ഇടവക വികാരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാത്രം ആളല്ലോ, ഈ ഇടവകയിലെ അതിൽ നാനാജാതി മതസ്ഥരുടെ ഒരു വികാരിയാണ്. ആ ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ഇടവകയുടെ കീഴിൽ വരുന്ന പഞ്ചായത്ത് മെമ്പർമാർ എന്നിവരെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരെല്ലാവരും ഇവിടെ സമയത്ത് എത്തി, അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ നമ്മളുടെ പൊതുപ്രവർത്തകർ ML സുരേഷ് ഉണ്ട്, സാബു പൗലോസ് ഉണ്ട്, ഇവരെയൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇതിലെല്ലാറ്റിലും ഉപരിയായി ഈ ഇടവക സമൂഹം നമ്മുടെ ഈ കൂട്ടായ്മ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വിജയത്തിന് എല്ലാവിധ സഹകരണങ്ങളും തന്ന ഇടവകയിലെ ഓരോ കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അവരെയും നന്ദി പറഞ്ഞായിട്ട് കണക്കാക്കിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ജോസലക്സ്. നമ്മുടെ ജൂബിലി സംഗമത്തിന്റെ ഔദ്യോഗിക മീറ്റിംഗ് ഇവിടെ പരിസമാപിക്കുകയാണ്. അഭിഭിന്ന പിതാവിനൊപ്പം വൈദിക ശ്രേഷ്ഠർക്കൊപ്പം നല്ലൊരു ദിനം എന്നും ഓർമ്മയിലുണ്ടാവട്ടെ. നന്ദി. കണ്ടല്ലോ, ഇതൊക്കെ നാളെ പിടിക്കുന്നത് കേട്ടോ. ഇന്നില്ല ഞാൻ കഴിച്ചോ. കഴിച്ചു കഴിയുമ്പോൾ കൊടുക്കും.
വടക്കേലെ അന്വേഷിച്ചിട്ടോ. ഈ ഫോട്ടോ വേണ്ടതാണോ? സാറേ പൊക്കോണേ. നമസ്കാരം. 10 രൂപയുടെ ഞാൻ പിടിച്ചോ. ഓക്കെ മോര്